നൂറ ഇന്നലെ ഒളിച്ചു കൊണ്ടുപോയി കളഞ്ഞത് ടിഷ്യൂ പേപ്പർ അല്ല, പകരം ഈ പറയുന്ന പോലെ ടാമ്പോൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ പേജിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും സത്യമാണോ? പക്ഷെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നുമില്ല. എന്നാൽ ഈ പേജുകളൊക്കെ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് വീണ്ടും വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പിസോഡിനകത്ത് ആ സാധനം ഇല്ല. അത് എന്തുകൊണ്ടില്ല? അത് എപ്പിസോഡിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട സാധനമാണ്. എന്ത് കാരണത്താലാണ് ഇല്ലാത്തത്? ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഒന്നുമില്ല. എന്തൊക്കെയാണ് അപ്ഡേറ്റുകളെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ അനുമോളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്ന ആള് നൂറയുടെ കയ്യിൽ ഉണ്ടായത് ടാമ്പോൺ ആണ്, ടിഷ്യൂ പേപ്പർ അല്ല. നൂറയെ ആരും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധാരണയുടെ പെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനുമോൾ അവിടെ കുറെ അത് അനുഭവിച്ചതാണ്. അനുമോളെ പോലെ നൂറയും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരും മോശം പറയരുത്. അപ്പോളജി ഫ്രം അവർ സൈഡ്, സോറി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഇന്നലത്തെ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് പോയി എന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഈ പേജുകൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കേൾക്കണമെന്നോ വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് ടിഷ്യൂ പേപ്പർ ആണെന്ന് തന്നെയാണ് ചുരുട്ടി പിടിച്ചാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഈ ചുരുട്ടി പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഈ പറഞ്ഞ കണക്ക് ടാമ്പോൺ ആണോ അതോ ടിഷ്യൂ പേപ്പർ ആണോ എന്നുള്ള കാര്യം ഇപ്പോഴും ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ടാമ്പോൺ ആണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അറിഞ്ഞുകൂടാ, നമുക്ക് കാണാത്ത കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നലെ ബ്ലൈൻഡ്സ് ഓപ്പൺ ആയി വിത്തിൻ ഒരു 2 minutes നേരെ റൂമിൽ പോകുന്നു. ഈ സാധനം തന്നെയാണ് എടുക്കുന്നത്. നേരെ റൂമിൽ പോയി ഈ സാധനം അവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ കാരണം കുറച്ച് സമയം പോലും കഴിഞ്ഞിട്ടുള്ള നേരെ പോയി ഫസ്റ്റ് ഈ സാധനമാണ് എടുക്കുന്നത്. അനു ടിഷ്യൂ അപ്പുറത്ത് നിന്ന് എടുക്കുമ്പോൾ നൂറ ഇപ്പുറത്ത് നിന്ന് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം നോക്കുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും സംശയം ഇരട്ടിക്കുകയാണ്. ടാമ്പോൺ ആണോ ടിഷ്യൂ പേപ്പർ ആണോ എന്ന് അറിയത്തില്ല. പക്ഷേ രണ്ടായാലും എപ്പിസോഡിനകത്ത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് എന്തൊരു ഫൈനൽ തീരുമാനം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ടാമ്പോൺ ആണെങ്കിൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ കണക്ക് വിമർശിച്ചത് തെറ്റായിപ്പോകും. കാരണം ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ആണയിട്ട്, ദൈവത്തിനെ കൊണ്ട് ആണയിട്ട് വരെ പറഞ്ഞതാണ്. എന്നിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയത് ലോക കള്ളി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ടാമ്പോൺ ആണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയം അത് തെറ്റ് തന്നെയാണ്. അതേസമയം ടിഷ്യൂ പേപ്പർ ആവാനുള്ള സാഹചര്യമാണ് അന്നേരം അവിടെ ഉള്ളത്. ഇനി അറിഞ്ഞുകൂടാ. അതിന് ഉത്തരം തരാൻ നൂറയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് നൂറ തന്നെ പറയട്ടെ, ടാമ്പോൺ ആണോ ടിഷ്യൂ പേപ്പർ ആണോ എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയാം. ലൈവില് ഇന്ന് എന്താ പറയുക, ഫൈനൽ മോർണിംഗ് സോങ് ഒക്കെ ഇട്ട് അവർ എഴുന്നേറ്റ് അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ വലിയ കാര്യമായിട്ട് സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ലാസ്റ്റ് ഡെയിലി ടാസ്ക് കൊടുത്ത് നിങ്ങൾക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്തായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ട് അനീഷിന് ബോട്ടിലാണ്, വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഷാനവാസിന് ചായക്കപ്പാണ്. നെവിന് തത്തമ്മയാണ്. അനുമോൾക്ക് കട്ടിലും മരവുമാണ്. നൂറയ്ക്ക് എന്താണ് ജിറാഫാണ്. അടുത്ത് പിന്നെ ആരാ ഉള്ളത്? അക്ബറിന് സോഫയാണ്, ഇരിക്കുന്ന സോഫ. അപ്പം ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ഉടൻ ഉണ്ടാവും. മിഡ് വീക്ക് എവിക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. മിഡ് വീക്ക് എവിക്ഷൻ ഒന്ന് കഴിയട്ടെ, അതിൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് കുറച്ച് വർത്തമാനങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.